റെഫറി കാശ് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിയാണ് കണ്ട്. കാശ് അങ്ങനെ മേടിക്കും? അക്കൗണ്ട് പോലും ഇല്ല. റഫറിക്ക് അക്കൗണ്ട് ഇല്ല. വെറുതെ എങ്കിലും ആ ഗോളിയുടെ കയ്യിലോട്ട് ഉരുട്ടിയെങ്കിലും ഒരു ബോൾ ഇട്ട് കൊടുത്തായിരുന്നു ഷോട്ട് ഓൺ ടാർഗറ്റിലെങ്കിലും ഒന്നും കാണിച്ചാണ്. എല്ലാം 0-0. അങ്ങനെ ഒരു പോസ്റ്റ് ആ ഗോളിക്ക് ഒരു പണിയില്ലായിരുന്നു. പുള്ളി ഇന്നലെ പറഞ്ഞു പുള്ളിയാണെന്ന് സൈഡ് ചാടി പോസ്റ്റേ ചാടി ഉറങ്ങാൻ ആകെ ലീഡ് നിൽക്കണ എന്താണെന്നറിയോ? ഒന്ന് ഫൗള്, പിന്നെ യെല്ലോ കാർഡ്, പിന്നെ റെഡ് കാർഡ് ഒന്ന്. അത് കളി തോറ്റെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മെഴുകി തോറ്റു. ഇത് മെഴുകി തോറ്റു. ഉറങ്ങിയായിരുന്നു ഗ്രൗണ്ടിൽ കിടന്നേ. ആ സീൻ ഞാൻ കാണിച്ചു തരാം. എൻസോ ഫെർണാണ്ടസ് ആണേ. അല്ല പറ്റൂല. ഹലോ, എക്സ്ക്യൂസ് മീ. അങ്ങനെ സ്പെയിൻ തൂക്കി. അതായത് നട്ടല് വളയാത്ത ഒരുത്തൻ റഫറി ആയി വന്നപ്പോഴേക്കും കബഡി ഒന്നും ഒത്തില്ല. അർജന്റീനയുടെ തോൽവിക്ക് വെസലടിച്ച റഫറി. റെഫറി കാശ് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിയാണ് കണ്ട്. കാര്യം രണ്ടാമത്തിലെ യെല്ലോ കാർഡ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അടി ഡയറക്റ്റ് ഫൗളും ഇല്ല, ഇൻഡയറക്റ്റ് ഫൗളാണ്. അപ്പൊ കാശ് മേടിച്ച് കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെയിൻ 10 പേരായിട്ട് കളിക്കാൻ ഒരിക്കലും അർജന്റീനക്ക് പറ്റില്ല, നമുക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ ഡിഫൻസിലേക്ക് നിന്നിട്ടാണ് കളിച്ചോണ്ടിരുന്നത് വെച്ച്. അപ്പൊ ആ റെഫറി നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അതാണ് റെഫറിയുടെ ഏറ്റവും വലിയ വാല്യൂ. ഒരു നാണവും ഇല്ലാണ്ട് മെഴുകി തോറ്റിട്ട് പിന്നെയും വന്ന് ന്യായം പറഞ്ഞ് ഇങ്ങനെ കരയാൻ ഇച്ചിരിയൊക്കെ മനുഷ്യരെ ഉളുപ്പ് വേണ്ട. എടാ, ഇത്ര നാളും നമ്മള് കരഞ്ഞല്ലേ, ഇനി കുറച്ച് അവര് കരയുന്നതാണ്. റഫറി കാശ് മേടിക്കാൻ പറ്റൂല. 10 പേരായിട്ട് കളിക്കാൻ പറ്റൂല എന്ന് അവർക്കറിയാലോ. 10 പേരായിട്ട് കളിക്കാൻ കയ്യിരിപ്പ് നന്നാകണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കളിയുടെ ഫുൾ ടൈം മുഴുവൻ ബഹുമാര് 11 പേരും ഉണ്ടായിരുന്നു. 90 മിനിറ്റിന് ശേഷമാണ് 10 പേരായി ചുരുങ്ങിയത് അവന് റെഡ് കാർഡ് കിട്ടിയത്. ഈ കളിയുടെ 90 മിനിറ്റിനുള്ളില് ഇവന്മാരെന്താ ഉണ്ടാക്കിയ ഒരു ഷോട്ടോ ടാർഗറ്റ്, ഒരു ഷോട്ടോ പോലും ഇവരുടെ കയ്യിലില്ല. ഇവരുടെ സ്റ്റാറ്റിക്സ് നോക്കി അറിയാൻ പറ്റും. ഇവര് ഒരു ഷോട്ടോ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടില്ല. ഫുള്ള് ഡിഫെൻസീവ്. ഈ ഡിഫൻസിൽ കിടന്ന് മെഴുകിയുള്ള കളിയാണ് ഇവന്മാര് കളിക്കണത്. എന്നിട്ട് പറയാണ് ഞങ്ങക്ക് റെഡ് കാർഡ് കിട്ടിയോണ്ടാ ഞങ്ങള് മാസാ. എടാ, പൊരുതി തോറ്റെന്നെങ്കിലും പറയാൻ പറ്റണ്ടേ? ആ രീതിയില് പൊരുതി തോറ്റെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മെഴുകി തോറ്റു. ഇത് മെഴുകി തോറ്റു സത്യം. പക്ഷെ ഗോളി മാത്രം കളിച്ച്. ഇന്നലെ ഇവർക്ക് ഇവരുടെ മാസ് പ്ലെയർ മെസ്സിനെ ഇറക്കിയാൽ മതിയായിരുന്നു. മെസ്സി ഇറങ്ങി. അത് പുള്ളി ഞാനാണ് ഒരു ആവേശത്തിന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇറങ്ങണ്ട. നിങ്ങൾ സൈഡ് ബെഞ്ച് ഇരുന്നാലും കപ്പടിക്കുന്ന പറഞ്ഞോണ്ട് ഇവന്മാരെല്ലാം സൈഡ് ബെഞ്ച് ഇരിക്കുന്ന ഗ്രൗണ്ടിൽ ഇറങ്ങി അവിടെ ഇവിടെ പറഞ്ഞിരുന്നു. കളിക്കണില്ല, ബോളയിലും തുടങ്ങില്ലാതെ ഒടിപ്പിക്കണല്ലോ, അത് വേറെ കാര്യം. അതാണ് സത്യം. മാർട്ടിനസ് വേഴ്സസ് സ്പെയിൻ എന്ന് പറയുന്ന ഒരു കളിയാ ഇന്നലെ ശരിക്കും പറഞ്ഞു നടന്നത്. ബാക്കി ആരും ഒരു കളിയും കളിച്ചിട്ടില്ല. എന്തിനിരിക്കുവായിരുന്നു കളിയുടെ സ്റ്റാറ്റിക്സ് നോക്കിയാൽ മനസ്സിലാവും. ഷൂട്ട് സ്പെയിൻ അടിച്ചേക്കണത് 20ആണ്. അതുപോലെ തന്നെ ഷൂട്ട് ഓൺ ടാർഗറ്റ് സ്പെയിൻ 11. ഇവരെല്ലാം 0-0. അങ്ങനെ ഒരു പോസ്റ്റ് ആ ഗോളിക്ക് ഒരു പണിയില്ലായിരുന്നു. പുള്ളി ഇന്നലെ പറഞ്ഞു പുള്ളിയാണെന്ന് സൈഡ് ചാടി പോസ്റ്റേ ചാടി ഞാൻ കുറച്ചേരം കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഇവിടെ ഇങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ എന്തിനായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ബോൾ പൊസിഷൻ ഉണ്ട്, അതും ഇല്ല. അതും 68% സ്പെയിനാണ്, 32% ഇവന്മാർക്കുള്ളൂ. പാസും ഇല്ല, ഒന്നുമില്ല. എന്തിനോ കളിച്ച കളി. എന്നിട്ട് ഞങ്ങൾ പൊരുതി തോറ്റടാ എന്ന് പറഞ്ഞു വരുവിനി. പൊരുതി തോറ്റ, മെഴുകി തോറ്റെന്ന് വേണം പറയാൻ. ബോളയിലും തൊടാണ്ട് നാണം കെട്ടവന്മാരല്ലേ. അതന്നെ, ശരിക്കും വേൾഡ് റാങ്കിൽ ഫസ്റ്റില് കിടക്കുന്ന ടീമാണ് അർജന്റീന. എന്നിട്ട് തോട്ടില്ല, ഷോട്ട് 0 ആണ്. ഏതാണ്ട് 114-ാമത്തെ മിനിറ്റിന് ശേഷം ഏതാണ്ട് സ്പെയിൻ ഗോൾ അടിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു ഷോട്ട് അടിച്ച്. അതൊക്കെ വെറുതെ എങ്കിലും ആ ഗോളിയുടെ കയ്യിലോട്ട് ഉരുട്ടിയെങ്കിലും ഒരു ബോൾ ഇട്ട് കൊടുത്തായിരുന്നെ ഷോട്ട് ഓൺ ടാർഗറ്റിലെങ്കിലും ഒന്നെന്ന് കാണിച്ചാണ് നിങ്ങൾക്കൊരു വർണ്ണവിവേചനവും അതേപോലെ ഫ്ലാഗ് കത്തിക്കാനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാ കൂടുതൽ താല്പര്യം. ഫാൻസിന് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ അടിച്ചോണ്ട് നടക്കായിരുന്നു. ഞങ്ങൾ അടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് ബോളെ തൊടാണ്ട് അവന്മാരെന്ത് പറയാം. എന്നിട്ട് ഓരോരുത്തന്മാര് വന്ന് കരയണ കണ്ടില്ലേ. എന്തൊരു കഷ്ടമാണെന്നാണ് ആലോചിക്കണത്. എടാ, കപ്പ് കിട്ടിയില്ലെങ്കി പോട്ടെ, ആ ബോളെങ്കിലും മെസ്സിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു അല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി ഇല്ലെന്നാ വിചാരിച്ചു. അല്ല, പുള്ളി യുവതലമുറകൾക്കൊന്ന് വഴിമാറി കൊടുത്തല്ലേ. എടാ, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാനേജ്മെന്റ് കോട്ടയില് ഫൈനല് വരെ എത്തിയ ആൾക്കാർ. അപ്പൊ ഇവരെന്ന് അത്രയൊക്കെ മാത്രം പ്രതീക്ഷ മതി. നമ്മള് മറ്റേ റീലിൽ കണ്ട പോലെ 9ാം ക്ലാസ് വരെ ഗവൺമെന്റ് ജയിപ്പിക്കും. 10ാം ക്ലാസ് ജയിക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാ. എഴുതി പാസ്സാണോ. ഇവരുടെ സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇവന്മാര് കളിച്ചതില് ഇവന്മാർക്ക് ആകെ ലീഡ് നിൽക്കണ എന്താന്നറിയോ? ഫൗള് 22 ഫൗള് ചെയ്തു, പിന്നെ യെല്ലോ കാർഡ് 4, പിന്നെ റെഡ് കാർഡ് 1. അത് കളിയില്. അത് കളി കഴിഞ്ഞു പിന്നെ മേടിച്ച്. ഇതൊന്നും ഞങ്ങക്ക് പോരാ. നാറിപ്പുഴുത്ത് തോറ്റതും പോരാണ്ട് ജയിച്ചവന്മാരായിട്ട് പോയി തല്ലി. അർജന്റീനയുടെ ആരാധകര് കാരണം സത്യം പറഞ്ഞ ഈ അർജന്റീന മെസ്സി എന്ന് പറയുന്ന ആ ഒരു ടീമിനെ തന്നെ വെറുത്തു പോകുന്നത് വേറൊന്നും കൊണ്ടല്ല അല്ലേ. വർണ്ണവിവേചനം ഭയങ്കരമായിട്ടുണ്ട്. ഫ്ലാഗ് കത്തിക്കല്, അത്
പോട്ടെ, അത് വെല്ലോടത്ത് വന്നു ഓർക്കാം. കേരളത്തിൽ എന്താണ് ഇവരുടെ അർജന്റീന ഫാൻസ് പുറത്താണല്ലോ അകത്താണേലും കൊറേ എന്ന് വെച്ചാൽ എല്ലാരും ഭയങ്കര റിബല. എല്ലാവരും അല്ല, ഒരു 50% ആൾക്കാർ നല്ലവരാണ്, വലിയ പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്. എന്നാലും ഒരു 50% ഇത് ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഉണ്ടല്ലോ ഇതുപോലത്തെ പാഴുകളുണ്ട്, ഇങ്ങനെ വന്നിട്ട് തോറ്റു കഴിഞ്ഞാലും കാശ് മേടിച്ച് കാശ് ഇത്രയും ദിവസം ഇവന്മാര് പറഞ്ഞത് കാശ് മേടിക്കൂ, കാശാ ഫിഫയില് കാശ് അങ്ങനെ മേടിക്കും, അക്കൗണ്ട് പോലും ഇല്ല, ആ റഫറിക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞോണ്ടിരുന്നവന്മാര് ഇപ്പൊ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് അത് കാശ് മേടിച്ച് റഫറി കാശ് മേടിച്ചിട്ട് കളിച്ചത്. കാശ് മേടിച്ചെന്ന് തോന്നണെന്ന്. ശാരീരികമായിട്ട് എതിരാളികളെ വെല്ലുവിളിച്ചിട്ട് പോലും ഒരു റെഡ് കാർഡ് പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി. എന്നിട്ടോ ലാസ്റ്റ് ഫൈനലിൽ നട്ടലുള്ള ഒരു റഫറി ഉള്ളതുകൊണ്ട് റെഡ് കാർഡ് മേടിച്ച്. ഞാൻ ഇന്നലെ മെസ്സിനെ കണ്ടില്ല. പുള്ളി ഉണ്ടായിരുന്ന പുള്ളി എനിക്ക് ഉറങ്ങുമായിരുന്നു. ഇല്ലില്ലില്ല, ഞാൻ ഉറങ്ങിയായിരുന്നു ഗ്രൗണ്ടിൽ കിടന്നേ. ആ സീൻ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഐമറിക് ലപ്പോർട്ടയുടെ നേരെ പോയിട്ട് ഒരു അറ്റിട്ട് ഇടിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ അവൻ തന്നെ. അല്ല അതിന് ഫൗളും കിട്ടി, ഒരു നാണോ ഇല്ലാണ്ട് അവന്റെ മേത്തിന്ന് ഇടിച്ചിട്ടാണോ വീണ്ടും അതിന് ഫ്രീ കിക്ക് മേടിച്ച്. വേറെ ഒരു നല്ല തഗ് സാധനം കാണിച്ചു തരാവേ. 85 മീറ്റർ നിങ്ങൾ ഉണ്ടായിരുന്നില്ലടാ. അയ്യോ എങ്ങനെ സഹിക്കും ഞങ്ങള്. 85 മീറ്റർ എവിടെ ആയിരുന്നടാ? 5 മീറ്റർ ഏടോ ടൈമും കിട്ടിയില്ലടാ. അയ്യോ 4 കപ്പ് എവിടെ ഉണ്ടോ? 4 കപ്പ് എവിടെ ഉണ്ടോ? ഞാൻ എങ്ങനെ സഹിച്ച പൊന്നെ. അയ്യോ അവരെന്താ കൊടുത്തതൊക്കെ ഇതുപോലെ തിരിച്ചു കിട്ടും. ഇവന്മാര് കൊടുക്കണ വെച്ച് നോക്കി ഇതൊന്നും ഒരു തിരിച്ചു കിട്ടല്ലേ, ഇവര് ചുമ്മാ കളിയാക്കുന്നേ ഉള്ളൂ. ഇവന്മാര് വീട് കത്തിക്കുക, വണ്ടി കത്തിക്കുക, ഇടിച്ച് ICUലാക്കുക, ഇതൊക്കെയാണ് ഇവര് ചെയ്യുന്നത്. അതുകൂടാതെ AI വരെ ഇട്ട് കളിയാക്കാൻ തുടങ്ങിയേ. അതേതാന്നും കൂടെ കാണിച്ചുതരാം. കണ്ടായിരുന്നാ നീ? It's my turn, bro. It's my turn. ഇതവന്മാര് കാരണവന്മാരായിട്ട് ഇവന്മാരുടെ പഴയ കാരണവന്മാരായിട്ടുള്ള ടെക്നിക്കാ. കൈകൊണ്ടൊരു തട്ട്, ഒരു മുട്ട്. ഇത് ഇവരുടെ പണ്ട് മറഡോണ ഉണ്ടായിരുന്ന കാലം തൊട്ട് ഇവരുടെ ഒരു ശീലമാണത്. എന്നാലും സ്വന്തം പട്ടീനെ പോലും പറ്റിച്ചു കളഞ്ഞല്ല. അതുകൊണ്ടല്ല ഇതിനൊന്നും നമുക്കൊന്നും പറയാനില്ല. മുതലാളിയായി പോയി എന്ന് പട്ടി വരെ ഓർത്തുപോയി. എന്താടാ സാധനം? അത് ഫൗളല്ലെന്ന് നമ്മുടെ ആശാൻ പറയണം. ആദ്യം കണ്ടാണില്ലേ? എൻസോ ഫെർണാണ്ടസ് ആണേ. അല്ല പറ്റൂല. ഡൈവ് അടിച്ചവൻ അവിടെ ഗ്രൗണ്ടില്. പിന്നെ കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു അല്ലേ? ഒരു അർഹതയില്ലാണ്ട് ഫൈനൽ വരെ എത്തിയിട്ടും അവിടെ കിടന്ന് കാണിക്കണ ഒരു വിഷമം. കബഡിയാ ചില സമയത്ത് ആണ് ഭയങ്കര. അവന്മാർക്ക് ബോൾ തൊടാൻ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. ബോൾ കൊടുത്തിട്ടില്ല. അതിന്റെ ഇടയിൽ മറ്റൊരു കോമഡിയാണ് ചേരാവേ. ഉമ്മ എടുത്ത് നാണം കെട്ടവന്മാര് ബാക്കിയുള്ളവരൊക്കെ ഉപദ്രവിക്കണവന്മാരാണ്. എന്നിട്ട് കാണിക്കണേ എന്നെ കളിയാക്കി എന്നൊക്കെ വാന്ന്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസ് ഞാൻ കാണിച്ചരാവേ. കോച്ചിനെ വരെ നിയന്ത്രിക്കാനായിട്ട് വിളിച്ചോണ്ട് വരേണ്ട അവസ്ഥയായി. ഓ മാൻ, അങ്ങാടി തോറ്റാൽ അമ്മയോടെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളതേ. തോൽവി അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതാണ് ഈ കിടന്ന് കാണിക്കുന്നത്. പൊരിച്ച് എന്തായാലും പൊരിച്ച്. അർജന്റീന ഫാൻസിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ടാട്ടാ. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയണേണ്.